ഇന്ന് ഹോട്ടലുകളിലും മറ്റ് റെസ്റ്റോറൻറ്റുകളിലും അല്ലെങ്കിൽ ഇത് ഷവായി ഷവർമ്മ എന്നിങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ തിന്ന് തീരെ രോഗികളായിട്ട് മാറുന്നുണ്ട്. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ശരീരഭാഗങ്ങളെ ഓരോന്നായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരക്രമ രീതികളാണ് ഇന്ന് ഓരോ ഹോട്ടലുകളിലും ഓരോ റെസ്റ്റോറൻറ്റുകളിലും നമ്മളിന്ന് കണ്ടുവരുന്നത്. ഷവർമ്മ ഷവായി പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഇറച്ചി വിഭവങ്ങളൊക്കെ അവർ റെഡിയാക്കി വയ്ക്കുന്നത്. ഇറച്ചി എന്ന് വെച്ചാൽ ഒരു 3-4 മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഇറച്ചി, അത് അത്രയ്ക്കും പഴകിയ ഇറച്ചികൾ ഫ്രീസറിലും മറ്റു കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് എന്താ പറയുക, ഈച്ച പോലും അടുത്ത് വരാൻ പേടിച്ചു പോകും. ആ തരത്തിലുള്ള മരുന്നുകളൊക്കെ അടിച്ച് കേടുവരാതിരിക്കാൻ മാസങ്ങളോളം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇറച്ചികളാണ് നമുക്ക് പിന്നീട് ഷവായി ഷവർമ്മ എന്ന രൂപത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. നമ്മളത് ആസ്വാദകരമായിട്ട് ആകാംക്ഷയോടെ നല്ല കൊതിയോടുകൂടി ക്യൂരിയോസിറ്റിയോട് കൂടി അത് ഓരോരുത്തരും ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ. കാരണം അത്രയും നമ്മളെ ശരീരത്തെ അത്രയും മാനസികമായിട്ട് ആരോഗ്യപരമായിട്ട് ഹെൽത്ത് പരമായിട്ടൊക്കെ നമ്മളെ കൊന്ന് തിന്നുന്ന ഈ ഷവർമ്മ ഷവായിയൊക്കെ മേടിച്ച് കഴിക്കാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു രീതി എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പഴകിയ ഇറച്ചികളും പഴകിയ ആഹാര പദാർത്ഥങ്ങളും പിടികൂടുവാനായിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കുവാനായിട്ട് നമ്മൾ കാണിക്കുന്നില്ല? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നൊരു ന്യൂസ് കണ്ടായിരുന്നു. ആ ന്യൂസിൽ ആ നാട്ടുകാർ ഒരു ഓട്ടോയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് ആ പ്രദേശത്ത് എടുക്കുകയുണ്ടായി. അവരപ്പോൾ തന്നെ ആ ഓട്ടോ തടഞ്ഞു നിർത്തി അതിനകത്ത് എന്താണെന്നുള്ളത് അവർ ചെക്ക് ചെയ്യുകയുണ്ടായി. ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കുറേ പഴകിയ ഇറച്ചികൾ ആ ഷവായി ഷവർമ്മയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ മറ്റൊന്നും ചെയ്തില്ല. അത് അപ്പം തന്നെ അവിടെ തടഞ്ഞ് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് അത് പിടികൂടി മേലിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇനി ഇങ്ങനെ ഇവിടെ നിന്നല്ല, ഈ സ്ഥലത്തൊന്നല്ല, വേറെ ഒരു നാട്ടിലും സെയിൽ ചെയ്യാനോ ആഹാരം ക്രമീകരിക്കുവാനോ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ഞങ്ങളുടെ കണ്ണിൽ പെട്ടാൽ ഞങ്ങളത് അനുവദിക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്രീയത്തോടു കൂടി തന്നെ അവരത് പിടികൂടുകയും വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്ത് അത് പിടികൂടുകയുണ്ടായി. ഇന്ന് അവർ കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രവൃത്തി, അതെന്തുകൊണ്ട് നാം ഓരോരുത്തരും നമ്മൾ കാണിക്കുന്നില്ല? നമ്മൾ പോകുന്നു, ആ ഒരു ഷവർമ്മ, ഒരു ഷവായി എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത് കുഴിമന്തി ആയിരുന്നാലും ഇന്നലെയും നമ്മൾ കുഴിമന്തി മേടിച്ച് കഴിച്ചു വരാം, ഇല്ലയെന്നല്ല. പക്ഷെ നമ്മളൊക്കെ ഈ കാണിക്കുന്ന ഇതെന്ന് വെച്ചാൽ പോവുക, ഓർഡർ ചെയ്യുക, അവർ ചോദിക്കുന്ന ക്യാഷ് കൊടുത്ത് നമ്മൾ മേടിച്ച് അത് മേടിച്ച് നല്ല ആഗ്രഹത്തോടു കൂടി അത് മേടിച്ച് നമ്മൾ കഴിച്ച് നമ്മുടെ ശരീരത്തിനെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നു. അപ്പം നമുക്കെതിരെ ആരാണ് ഈ കേസ് എടുക്കുക? അവരെ കുറച്ചുകൂടി നമ്മൾ പ്രകോപിതരാക്കുക, അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി നമ്മൾ ഊർജ്ജസ്വലരാക്കുകയാണ്. ആ പ്രവൃത്തി കുറച്ചുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ആഹാര പദാർത്ഥങ്ങൾ ഒരു പരാതിയും കൂടാതെ അവർ ചോദിക്കുന്ന ക്യാഷും കൊടുത്ത് മേടിച്ച് കഴിക്കുന്നത്. അതിനോട് ഒട്ടും യോജിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ പെട്ടെന്ന് കൊല്ലുന്ന ഒരു ടൈപ്പല്ല ഈ ആഹാര സാധനങ്ങൾ. പതിയെ നമ്മുടെ എല്ലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങളുടെ ഓരോ അവയവങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളറിയാതെ നമ്മൾ രോഗാവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനെ അളിക്കുന്നുണ്ട് നമ്മുടെ ശരീരം. എന്തുകൊണ്ട് നമുക്കും എന്താ പറയുക, 90-ഉം 100-ഉം വയസ്സായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും നല്ല ആരോഗ്യത്തോടെ ജീവിക്കും. 30, 35, 40 വയസ്സാകുമ്പോഴേ നമ്മളിതാ എല്ലിന് വേദന, അതിന് തേയ്മാനം, ഇതിന് തേയ്മാനം എന്ന് പറഞ്ഞ് നമ്മളവിടെ വീഴുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിലെ ഈ മാറ്റം നമുക്ക് ക്രമീകരിച്ചുകൂടാ? അത് ക്രമീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് അവരുടെ കുടുംബത്തെയൊക്കെ പോറ്റാൻ വേണ്ടിയിട്ട് അവർ ഇത് കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിലും അവരൊരിക്കലും അവരുടെ ഈ ഭക്ഷണശാലയിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കില്ല. ഇങ്ങനെയുള്ള കച്ചവടം ചെയ്യുന്നവരാരും അതൊന്നും മേടിച്ച് കഴിക്കാറില്ല. അവരവരുടെ വീട്ടിൽ നിന്ന് നല്ല നാടൻ ആഹാരം ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കും. പക്ഷെ നമ്മൾ ഓടിപ്പോയി അവരുണ്ടാക്കുന്ന ഈ വിഷം കലർന്ന ആഹാരങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് അവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് നമ്മളത് നല്ല ആകാംക്ഷയോടുകൂടി നല്ല വൃത്തിക്ക് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ നമ്മളെ വെട്ടി വിഴുങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിനെതിരെ നമുക്ക് പ്രതികരിച്ചുകൂടാ?
നമ്മുടെ എല്ലാവരുടെയും ഇന്ന് ആ നാട്ടിൽ നടന്ന സംഭവം ഇന്ന് എല്ലാവരുടെയും നാടുകളിൽ നടക്കുന്നുണ്ട്. പക്ഷെ കാഴ്ചക്കാരെ പോലെ നമ്മൾ നോക്കി നിൽക്കുകയാണ്. ഒരിക്കലും നമ്മൾ അതിന് അങ്ങനെ നോക്കി നിൽക്കുകയല്ല വേണ്ടത്, പ്രതികരിക്കുക തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉള്ള ഒരു വീട്ടിലെ ഒരു വനിതയാണ്. എൻ്റെ ഹസ്ബൻഡ് ക്യാൻസർ പേഷ്യൻ്റാണ്. അതിന് 12 കൊല്ലമായി ക്യാൻസർ പേഷ്യൻ്റാണ്. ആകെ പുള്ളിക്കാരൻ വിൽക്കാറുള്ളത് ചൈനി കൈനി എന്നുള്ള ഒരു സാധനമാണ്. ഇന്നും ആ സാധനങ്ങൾ മാർക്കറ്റിലും അല്ലാതെ തന്നെ ചെറിയ ചെറിയ കടകളിലും മറ്റു കാര്യങ്ങളെല്ലാം നല്ല ധാരാളം കിട്ടുന്നൊരു സാധനമാണ്. അതിനെതിരെയും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? പ്രതികരിക്കേണ്ട നാളെ കടന്ന് നമ്മുടെ ഗവൺമെൻറ്റും മറ്റ് സർക്കാരും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് ലഹരിക്കെതിരെ പോരാടണം. ഈ ലഹരിക്കെതിരെ പോരാടണം എന്ന് പറയുന്ന അതേ ഗവൺമെൻറ് തന്നെ മദ്യം സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ സിഗരറ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. സിഗരറ്റ് പുക വലിക്കുന്നതിലൂടെ എന്തുമാത്രം ഹാനികരമായിട്ട് നമ്മുടെ ശരീരങ്ങൾ മാറി മറിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഈ ഉൽപ്പാദിപ്പിക്കുന്നവരെ പിടികൂടാനുള്ള ഒരു ഇതും ചെയ്യാണ്ട് അത് സെയിൽ ചെയ്യുന്നവരെ മാത്രം പിടിക്കാനുള്ള ഈ നിയമത്തെ തൂത്തെറിയണം. നിയമങ്ങൾ ഒത്തിരി മാറാനുണ്ട്. മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ കൂടെ ഇതിലൂടെ ആഡ് ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ഇറച്ചി പപ്സിലും ഷവർമയിലുമൊക്കെ ചേർക്കുന്നത് മോശം ഇറച്ചിയാണോ? അങ്ങനെ കരുതേണ്ട സംഭവങ്ങളാണ് കൊല്ലത്തു നിന്നും പുറത്തു വരുന്നത്. ബേക്കറികളിലെ ബോർമകളിലേക്കും ഹോട്ടലുകളിൽ അൽഫാമും ഷവായിയും ഷവർമയും ഒക്കെ തയ്യാറാക്കാനാണ് ഇറച്ചി കൊണ്ടുവന്നത്. ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന ഇറച്ചിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചു. ഇതോടെ നാട്ടുകാർ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി പരിശോധിച്ചു. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികാരികളും പരിശോധന നടത്തി. ദിവസങ്ങൾ പഴക്കമുള്ള ഇറച്ചിയാണെന്ന് വ്യക്തമായി. മാംസം കൊണ്ടു നടന്ന് വിൽക്കേണ്ട തരത്തിൽ ഫ്രീസർ സംവിധാനങ്ങളോ സുരക്ഷിതമായ രീതിയിലോ ആയിരുന്നില്ല ആ വാഹനത്തിൽ ഈ മാംസം സൂക്ഷിക്കപ്പെട്ടു. ഈ പഞ്ചായത്ത് മേഖലയിലോ മറ്റു മേഖലയിലോ കൊണ്ടുപോയി ഈ മാംസം വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന തീരുമാനം ഞങ്ങളുണ്ട്. നേരത്തെ മുൻകാലങ്ങളിൽ ചിലപ്പോൾ ഇത് നടന്നുകൊണ്ടിരുന്നിരിക്കാം. ഇന്നാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടത് പൊതുജനങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടി പോലീസിനെ ഉൾപ്പെടെ ബന്ധപ്പെടുത്തി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ ഉൾപ്പെടുത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇറച്ചി കുഴിച്ചുമൂടി. ഇറച്ചി എത്തിച്ച ഓട്ടോ കസ്റ്റഡിയിലെടുത്തു. ഓട്ടോ ഡ്രൈവർ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു.